ഇപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്ത് പോയ ഒരു KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജില്ലയിലാണെന്നെങ്കിലും ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെയെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു പോയി എന്നാണ്. മനസ്സറിയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലൂടെ അവർ പോലും അറിയാതെ സഞ്ചരിക്കാൻ കഴിയൂ. ഒരാളെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം അയാളുടെ മനസ്സറിയുക എന്നതാണ്. കണ്ടുമുട്ടുന്നവരുടെ വേഷവും പ്രത്യക്ഷഭാവങ്ങളും മാത്രം വിലയിരുത്തി അവരുടെ സഞ്ചാരപഥങ്ങളെക്കുറിച്ച് മുൻവിധികൾ രൂപപ്പെടുത്തിയാൽ ബന്ധങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. ചിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കുന്നവരല്ല. കരയാതിരിക്കുന്ന എല്ലാവരും കരുത്തുള്ളവരുമല്ല. ഒറ്റയ്ക്ക് നടക്കുന്നവരെല്ലാം ധൈര്യശാലികളല്ല. മൗനം പാലിക്കുന്നവരെല്ലാം നിർവികാരരല്ല. ആർത്തട്ടഹസിക്കുന്നവരിൽ പലരും ആത്മവിശ്വാസം ചോർന്നവരാകാം. പുറമേ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദാനുഭവങ്ങൾക്കു പിന്നിൽ ഭിത്തികെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുന്ന മുറിവനുഭവങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ചിരകാല ബന്ധങ്ങൾ. എല്ലാ പാഠങ്ങളും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടും മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ള ബാലപാഠങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലെങ്കിൽ മറ്റെല്ലാ പാഠങ്ങളും നിരർത്ഥകമാകില്ലേ? കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്ന പലരും മുൻപൊരിക്കലെങ്കിലും കല്ലേറ് കൊണ്ടവരാകും. സുഖാനുഭവങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടുള്ള ഒരാൾക്കും മനസ്സിൻ്റെ മറുഭാവങ്ങൾ മനസ്സിലാകില്ല. കരുത്തു തെളിയിക്കേണ്ട അവസരങ്ങളിലൂടെ കടന്നുപോയവർക്കെല്ലാം കരുതലിൻ്റെ കരസ്പർശമുണ്ടാകും. ഒരാളുടെ ദുരവസ്ഥയെ അയാൾ പോലും അറിയാതെ കണ്ടെത്താനും കരുതാനുമുള്ള ശേഷിയാണ് മാനസിക വളർച്ചയുടെ അളവുകോൽ. സന്തത സഹചാരികളുടെ മനസ്സ് തൊടാൻ സാധിക്കുന്നവർക്ക് അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയും. മനസ്സുകൾ ഇഴചേരുമ്പോൾ മാത്രം രൂപപ്പെടുന്നതാണ് മനപ്പൊരുത്തം. ഇതാണ് ഇന്ന് നമുക്ക് ചിന്തയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുന്ന വാക്കുകൾ. ഇനി ഇതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് പറയാം. ഇതിലെന്തൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ സബീൽ സാർ നമുക്ക് എന്തൊക്കെ ചേർത്ത് പറയാൻ പറ്റും? നമ്മുടെ നേരത്തെ കഥയിലെ എന്താ പറയുക ഒരു തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. കഥയിലെ ചർച്ചകൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ മനസ്സുകൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കാര്യങ്ങളുമായിട്ട് മാത്രം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോയ അയാളോട് ഒരാൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ എന്താ പറ്റിയെന്നെങ്കിലും ചോദിച്ചിട്ട് എന്താ, അല്ലെങ്കിൽ സാധാരണ നമ്മളൊരു ബന്ധം പുതുക്കൽ അല്ലെങ്കിൽ ഒരു പുതിയൊരാളെ കാണുമ്പോൾ എവിടുന്നാണ് എവിടുന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വേറെ സ്ഥലത്ത് പോകുന്ന സമയത്ത് യാത്രയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ചോദിക്കുമല്ലോ എവിടുന്നാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്ത് പോയ ഒരു KL വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏത് ജില്ലയിലാണെന്നെങ്കിലും ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെയെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു പോയി എന്നാണ്. അപ്പം അങ്ങനെ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ചിന്തയിൽ വന്നിട്ടുള്ളത്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഒരു വലയം അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സ് അതിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള ഒരു യന്ത്രവും എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അത് നമ്മുടെ പരിചയത്തിലൂടെയും നമ്മുടെ അറിവിലൂടെയൊക്കെ നമ്മൾ ആ ഒരു സ്കില്ല് നേടിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പരിഭവം വരും. പിന്നീട് അവർ പിരിഞ്ഞു പോയതിൻ്റെ ശേഷം, നഷ്ടങ്ങൾ വന്നതിന് ശേഷം എനിക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ, എനിക്ക് എൻ്റെ മോനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. മനസ്സിലാക്കാൻ പറ്റാൻ ചിലപ്പോൾ 5 മിനിറ്റ് മതിയാവും, പക്ഷേ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും ചിലർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആ നിലക്ക് ചിന്തിച്ചില്ലെങ്കിൽ. കൂടെ ഇരുന്നത് കൊണ്ടോ കൂടെ കഴിഞ്ഞത് കൊണ്ടോ ഒരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഒരു സത്ത കിടക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ വഴിയാന്ന് തന്നെയാണല്ലോ. അതെ. അപ്പം അത് ഭാര്യയും ഭർത്താവും ആണെന്നുണ്ടെങ്കിലും മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു അവരെന്ത് ആഗ്രഹിക്കുന്നു, അവരെന്ത് ഇഷ്ടപ്പെടുന്നു, ഈ സമയത്ത് അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യമായിരിക്കും, പക്ഷെ അത് സഫലമാക്കി കൊടുക്കാൻ നമുക്ക് എന്ത് കഴിയും? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒന്നുകൂടി മറ്റെന്താണോ പറയില്ല. അതെ, സാധാരണ പറയാറുണ്ട്, ഇപ്പം എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു കനലായി മനസ്സിൽ കിടക്കും. അങ്ങനെ ഒരുപാട് കനലുകൾ വന്ന് അതൊന്ന് ആളിക്കത്തുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ എത്തുക. അപ്പോഴുള്ള ഒരു സംഘർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സംഘർഷം എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരിക്കും.
പക്ഷെ അത് മനസ്സിലിങ്ങനെ കൊണ്ട് നടന്ന് ആ കനൽ വലുതായി പെട്ടെന്ന് നാളേക്കെത്തുന്ന അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന അവസ്ഥ വരാറുള്ളത്.